ഹായ്, വെൽക്കം ടു അവർ ഓഫിർ. ചിക്കൻ കറി ഉണ്ടാക്കാൻ അറിയാത്തവരാരുമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് വളരെ എളുപ്പത്തിൽ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും കൂടാതെ തന്നെ എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ ചിക്കൻ റോസ്റ്റാണ്. വീഡിയോയിലേക്ക് കിടക്കാം. അല്പം വേപ്പില, 5 പച്ചമുളക് അരിഞ്ഞു വെച്ചത്, 14 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും, പിന്നെ 2 കഷ്ണം ഇഞ്ചി അരിഞ്ഞു വെച്ചതുമാണ്. ഇതെല്ലാം നമ്മൾ ആദ്യം തന്നെ തയ്യാറാക്കി വയ്ക്കുക. ഉദ്ദേശം 1 കിലോ വരുന്ന കോഴി കഷ്ണങ്ങളാണിത്. പിന്നെ വേപ്പില നമ്മളൊന്ന് മാറ്റി വയ്ക്കണം. ഇത് 3 വലിയ സവോള അരിഞ്ഞതാണ്. ഒരു ചൂടായ ചീനച്ചട്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. വേപ്പില അല്ലാതെ നമ്മൾ ആദ്യം കണ്ട അതൊക്കെ ഉണ്ടല്ലോ, പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റുക. ഇപ്പോഴത്തേക്കും കറണ്ട് പോയിരുന്നു, അപ്പോൾ അതുകൊണ്ട് ഞാനിനി എല്ലാം ക്യാൻഡിൽ ലൈറ്റ് കുക്കിംഗ് ആണ്. കറണ്ടിന് എപ്പോഴും വരും എന്നുള്ളത് പറയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ നല്ലപോലെ വഴറ്റിക്കൊണ്ടിരിക്കുക. വഴന്ന് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവോള എടുക്കുക. ആ സവോള പതിയെ ഇടുക. എന്നിട്ട് അല്പം ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റുക. എന്തായാലും അപ്പോഴേക്കും കറണ്ട് വന്നു. അപ്പോൾ ഇനി നമുക്ക് സവോള വഴന്നിട്ട് ഈ തക്കാളിയും കൂടി നമുക്ക് ഇടണം. അപ്പോൾ അതിനു മുമ്പ് സവോള ഒരല്പം കൂടി വഴന്നോട്ടെ. എന്നിട്ട് നമ്മൾ തക്കാളിയും കൂടി ചേർത്തു. ഇനി രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് വഴന്ന് കിട്ടട്ടെ. നല്ലതായിട്ട് വഴന്നിട്ടുണ്ട്. നമ്മളൊരല്പം മല്ലിപ്പൊടി ഇട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. പിന്നെ ലാസ്റ്റ് 1 സ്പൂൺ മാത്രം സാധാരണ ചില്ലി പൗഡറാണ്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് വഴന്ന് വന്നോട്ടെ. ഇതൊരല്പം ഗരം മസാല പൗഡറാണ്, അതൊന്ന് ചേർത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് അവിടെ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഉള്ളത് നമുക്കിതിൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വേവിക്കാം. ഒപ്പം വേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഒരു പാകത്തിന് ഉപ്പ് കൂടി ചേർത്തേക്കുക. പിന്നെ അധികം ഉപ്പ് ഇപ്പം ചേർക്കണ്ട, നമുക്കത് പിന്നീട് ചേർക്കാം. ബാക്കി എന്തെങ്കിലും ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ ലാസ്റ്റ് ചേർക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നമുക്കത് നല്ലതായിട്ട് വേവാനിരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അരയ്ക്കാനായിട്ട് ഒരു 1.5 വലിയ കയ്യിൽ അത്രയും തേങ്ങ നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അത് നമുക്കൊരല്പം വെള്ളം ചേർത്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ നല്ലപോലെ അരച്ചെടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഈ റെഡിയായിട്ടുള്ള വെന്തിട്ടുള്ള ചിക്കനിലേക്ക് ചേർക്കണം. അപ്പോൾ അതിനു മുമ്പ് എനിക്ക് എരിവ് ഇത്തിരി കുറവാന്ന് തോന്നിയതുകൊണ്ട് ഞാനൊരു 2 സ്പൂൺ സാധാരണ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ആ തേങ്ങ അരച്ചെടുക്കാം. അല്പം മല്ലിപ്പൊടിയും കൂടി ഞാൻ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ ഇപ്പോൾ ഒരുവിധമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അരച്ചെടുത്ത ആ തേങ്ങയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഇതിലേക്ക് ചേർക്കുകയാണ്. നമ്മൾ ഇത് വേവിക്കാൻ വേറെ കൂടുതലായിട്ട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ തേങ്ങ അരച്ചതിൻ്റെ ആ ഒരു ബാക്കിയുള്ളതും കൂടി വരാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളം കഴുകിയെടുത്തന്നേ ഉള്ളൂ. വേറെ വെള്ളമൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഇപ്പോൾ ചേർത്ത് അരച്ച തേങ്ങ ഒന്ന് വെന്ത് വരാൻ വരെ വെയിറ്റ് ചെയ്തേക്കുക. തീയുടെ കാര്യം ശ്രദ്ധിക്കുക. കൂടുതൽ തീയാണെങ്കിൽ ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യണം. ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ അത് കുറച്ച് സമയം എടുത്ത് വെന്താൽ മതി. ഇനി തേങ്ങ മാത്രമല്ലേ വേവാനുള്ളൂ. അത് ഒന്ന് അടഞ്ഞിരുന്നോട്ടെ. ഇപ്പോൾ തേങ്ങയെല്ലാം വെന്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയായി. അപ്പോൾ ഇത് ഫോട്ടോ ആണ് കേട്ടോ. ഇതിൽ കുറച്ചും കൂടിയും കളറൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ബൗളിലാക്കി സെർവ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനലിൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും മറ്റു കൊച്ചു വീഡിയോസുമായിട്ട് വരാം. അതുവരേക്ക് സ്റ്റേ ഹാപ്പി, ടേക്ക് കെയർ.